വിജ്ഞാന സമ്പൽ വ്യവസ്ഥയുടെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗവേഷണ സൗകര്യങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള എന്തെല്ലാം നടപടികളാണ് സർക്കാർ ആലോചിക്കുന്നതെന്ന് വ്യക്തമാക്കാമോ? യെസ് മിനിസ്റ്റർ. നേരത്തെ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞു, കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന ഒരു പ്രത്യേക സംവിധാനം വികസിപ്പിക്കുന്നതിനുള്ള പ്രപ്പോസൽ ഗവൺമെൻറ് അംഗീകരിക്കുകയും അനുമതിയാവുകയും ചെയ്തിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ നേതൃത്വത്തിലായിരിക്കും അത് പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്തെ സർവകലാശാലകളിലും മറ്റ് ഉന്നത വിദ്യാകേന്ദ്രങ്ങളിലും നടക്കുന്ന ഗവേഷണ സൗകര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഗവേഷകർക്ക് വേണ്ടുന്ന തരത്തിലുള്ള മാർഗനിർദ്ദേശിത്വം നൽകുന്നതിനുമൊക്കെ തന്നെ ഈ സംവിധാനത്തെ പ്രയോജനപ്പെടുത്താൻ കഴിയും. അതുപോലെ 4 വർഷ ബിരുദം ആരംഭിക്കുമ്പോൾ അതിൽ ഗവേഷണ കുതുകികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം അവസരം നൽകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ എല്ലാ സർവകലാശാലകളിലും ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻറ്റേഴ്സ് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നിലവിലുള്ള ലാബ് കോംപ്ലക്സുകളെല്ലാം തന്നെ മികച്ചവയായി വളർന്നിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിലും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലുമുള്ള സെൻട്രലൈസ്ഡ് ലാബ് ഫെസിലിറ്റീസ് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള ലബോറട്ടറി കോംപ്ലക്സായി മാറിയിട്ടുണ്ട്. ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് സഹായകരമായ രീതിയിൽ ഒരു ജേണൽ കൺസോർഷ്യം ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഗവേഷകർക്കും അധ്യാപകർക്കും എല്ലാം അന്തർദേശീയ ജേണലുകൾ പ്രാപ്യമാക്കാവുന്ന വിധത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒട്ടനവധി നടപടികൾ ഗവേഷണ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സ്വീകരിച്ചു വരുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഏറ്റവും മികച്ച ഗവേഷകർക്കുള്ള അവാർഡുകൾ നൽകി വരുന്നുണ്ട്. അത് പല ക്രൈറ്റീരിയ അനുസരിച്ച് തന്നെ നൽകുന്നുണ്ട്. ആജീവനാന്ത സംഭാവന നൽകിയവർക്ക് മുതൽ യുവ ഗവേഷകർക്ക് വരെ ഇത്തരത്തിൽ ലക്ഷ രൂപയുടെ പുരസ്കാരങ്ങൾ നൽകി വരുന്നുണ്ട്. ഏറ്റവും ഉയർന്ന ഫെല്ലോഷിപ്പ് തുക നൽകുന്ന നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പുകളുടെ കാര്യം ഞാനിവിടെ സൂചിപ്പിച്ചു. അതൊക്കെ തന്നെ ഗവേഷണ മേഖലയിൽ വലിയ പ്രോത്സാഹനം നൽകി വരുന്ന പദ്ധതികളാണ്. സാർ, ബിരുദ തലത്തിലെ കരിക്കുലം പരിഷ്കാരങ്ങൾക്ക് തുടർച്ചയായി ബിരുദാനന്തര ബിരുദ കരിക്കുലം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് അറിയിക്കാമോ? യെസ് മിനിസ്റ്റർ. ബിരുദാനന്തര ബിരുദ കരിക്കുലം പരിഷ്കരണത്തിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഏറ്റവും പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇപ്പോൾ 4 വർഷ ബിരുദ കോഴ്സിൻ്റെ ഭാഗമായിട്ട് 3 വർഷ ബിരുദം പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2 വർഷ PGയും 4 വർഷ ഓണേഴ്സ് ബിരുദം പൂർത്തീകരിക്കുന്നവർക്ക് 1-ാം വർഷ PGക്ക് ശേഷം 2-ാം വർഷ PGയിലേക്ക് ലാറ്ററൽ എൻട്രി എന്ന നിലയ്ക്ക് പ്രവേശനം നൽകാവുന്ന വിധത്തിലുമുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അക്കാദമിക വർഷം നഷ്ടപ്പെടാതെ ഇരിക്കും. ഓണേഴ്സ് വിത്ത് റിസർച്ച് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ഗവേഷണത്തിലേക്ക് പോകാനും സൗകര്യമുള്ളതാണ്. അത്തരത്തിൽ PG കരിക്കുലത്തിൻ്റെ പരിഷ്കരണവും UG കരിക്കുലം ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്ത അതേ മാതൃകയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്.